ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഓണമാണ്. അപ്പോൾ വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി ഓണം. ഇന്നൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മൾ ഓണത്തിന് സദ്യയൊക്കെ ഒരുക്കി നിങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഓണത്തിന് നമ്മൾ എപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പായസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്നൊരു സൂപ്പർ ഫുഡ് കൊണ്ട് തന്നെ ഒരു പായസം ഉണ്ടാക്കിയേക്കാം. മത്തങ്ങ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ്. അപ്പോൾ ഈ മത്തങ്ങ ഉപയോഗിച്ചാണ് നമ്മളിന്ന് പായസം അല്ലെങ്കിൽ പ്രഥമൻ ഉണ്ടാക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് 6 മാസം തൊട്ട് തന്നെ ഈ മത്തങ്ങയൊക്കെ പ്യൂറിയാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ആ സമയത്ത് അവർ ഈ പ്യൂരിയൊക്കെ കഴിച്ചു എന്ന് വരും. 1 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എരിശ്ശേരിയായിട്ടും അല്ലെങ്കിൽ സാമ്പാറിലിട്ടും ഒക്കെ മത്തങ്ങ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പലപ്പോഴും പല കുട്ടികളും ഇത് കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ മാതാപിതാക്കളുടെ മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് മത്തങ്ങ എങ്ങനെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളത്. കാരണം മത്തങ്ങ എന്ന് പറയുന്നത് ധാരാളം ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയും മധുരവും ഉള്ളതുകൊണ്ട് കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ച് തന്നെ ഇത് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പി കാണുന്നതിനോടൊപ്പം തന്നെ മത്തങ്ങയ്ക്ക് ഉള്ള ഗുണങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി റെസിപ്പി കാണാം. അപ്പോൾ ആദ്യം നമ്മൾ മത്തങ്ങ പായസം തയ്യാറാക്കാനായിട്ട് ഒരു കൈപ്പിടി അളവ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇതല്പം വെള്ളവും ചേർത്ത് നമുക്കൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ആ വെള്ള കളറൊന്ന് മാറി ട്രാൻസ്പാരൻ്റ് ആയിട്ട് മാറും. അതുവരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് ഒരു 1/2 കപ്പ് ശർക്കരയാണ്. അത് ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇവിടെ ഞാനൊരു ഏതാണ്ട് മീഡിയം സൈസ് പംകിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ച് നമുക്ക് ഈ അരച്ചു വെച്ച പംകിൻ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉരുളി ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലൊരു പാനിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. വരട്ടിയെടുക്കുന്നവരെ മത്തങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് മത്തങ്ങ എന്ന് പറയുന്നത് കണ്ണുകൾക്ക് വളരെ നല്ലതാണ്. കാരണം ഇതിൽ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ പോലത്തുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും മത്തങ്ങ സഹായിക്കും. കാരണം ഇത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്, അല്ലെങ്കിൽ നാരടങ്ങിയിട്ടുള്ള ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഡൈജഷൻ നന്നായി നടക്കുകയും കോൺസ്റ്റിപ്പേഷൻ പോലത്തുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യും. അടുത്ത ഗുണമെന്ന് പറയുന്നത് പംകിന് ധാരാളം വൈറ്റമിൻ സി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ വൈറ്റമിൻ സി ഉള്ള ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നാരങ്ങ അല്ലെങ്കിൽ ബാക്കിയുള്ള സിട്രസ് ഫ്രൂട്ട്സ്, നെല്ലിക്ക ഇവയൊക്കെയാണ്. എന്നാൽ പംകിനിലും ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും മത്തങ്ങ എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗുണങ്ങളല്ലാതെ മത്തങ്ങയിൽ ധാരാളം മിനറൽസും അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് എന്ന് പറയുമ്പോൾ പൊട്ടാഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം ഇങ്ങനെ ധാരാളം മിനറൽസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ മസിൽ സ്ട്രെങ്ത്തിനും മസിൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ ധാരാളം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മത്തങ്ങ. മാത്രമല്ല ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മത്തങ്ങ എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിപ്പോൾ നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1.25 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളപ്പിച്ച് കുറുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ധാരാളം ഗുണങ്ങളുള്ള ഒന്നാണ് മത്തങ്ങ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും മത്തങ്ങ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചവ്വരിയാണ്. ചവ്വരിയും കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ചവ്വരി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് ചേർക്കുന്നത് 1 കപ്പ് 1ാം പാലാണ്.
ഒന്നാം പാൽ ചേർത്ത ശേഷം അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയാവും. ഇനി നമുക്ക് അല്പം നെയ്യിൽ നട്ട്സും റേസിൻസും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ നട്ട്സ് കഴിക്കാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് പൗഡറിൻ്റെ റെസിപ്പി ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 സ്പൂൺ ചേർത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള പംകിൻ പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.